അമേരിക്കയുടെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഖത്തറിനുമേൽ ആക്രമണം അഴിച്ചുവിട്ട ഇസ്രായേൽ ഉറ്റചങ്ങാതി അമേരിക്കയെ ആകെ ചതിച്ചിരിക്കുകയാണ്. എന്നേക്കുമായി അമേരിക്കയുടെ അപ്രമാദിത്വം അവസാനിക്കാൻ പോകുന്നു എന്ന ഘട്ടത്തിലേക്കാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണം എത്തിച്ചത്. അറബികൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ ഇനി അമേരിക്കയെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിച്ചു എന്ന് വരില്ല. ഇസ്രായേൽ ഖത്തർ സംഘർഷങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ആശങ്കയുടെയും അനിശ്ചിതത്വത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണെങ്കിലും അത് മേഖലയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകാനുള്ള സാധ്യതയും തുറന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പതിറ്റാണ്ടുകളായി പാശ്ചാത്യ ശക്തികളുടെ സ്വാധീനത്തിൽ കഴിഞ്ഞിരുന്ന ഈ പ്രദേശം ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് ഒരു സ്വതന്ത്ര ശക്തിയായി ഉയർന്നു വരാനുള്ള അവസരമാണ് തേടുന്നത്. ഈ സാഹചര്യത്തിൽ ചൈനയുടെ നേതൃത്വത്തിലുള്ള ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിലേക്കുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ പ്രവേശനം ഒരു നിർണായക നീക്കമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണങ്ങൾ ഒരേ സമയം ഭയത്തിനും ഭീഷണിക്കുമൊപ്പം ഒരു സുവർണ അവസരം കൂടിയാണ് മിഡിൽ ഈസ്റ്റിൽ തുറന്നിരിക്കുന്നത്. പുതിയ ലോകക്രമത്തിൽ ഒരു സ്വതന്ത്ര ശക്തിയായി മാറാനുള്ള മികച്ച ഒരു അവസരം. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനുമായി ചേരുന്നത് ഈ ലക്ഷ്യത്തിലെത്താൻ മിഡിൽ ഈസ്റ്റിന് സഹായകരമാകും. മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു വെല്ലുവിളിയായി തുടരുന്നതിനിടയിലാണ് ഇസ്രായേലിന്റെ നീക്കം എല്ലാ അഭിപ്രായ ഭിന്നതകളും മറന്ന് ഒന്നിക്കാനുള്ള ഒരു അവസരം മിഡിൽ ഈസ്റ്റിന് നൽകിയിരിക്കുന്നത്. അതിനു മുൻപേ എന്താണ് ഈ ഷാങ്ഹായ് കോപ്പറേഷൻ എന്ന് പറയണമെന്ന് തോന്നുന്നു. 2001 ചൈന, റഷ്യ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഒരു രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ സഖ്യമാണ് SCO അല്ലെങ്കിൽ ഷാങ്ഹായ് കോപ്പറേഷൻ. പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും ഇതിൽ അംഗങ്ങളാവുകയായിരുന്നു. യുറേഷ്യൻ മേഖലയിലെ സുരക്ഷയും സാമ്പത്തിക സഹകരണവും ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം പോലും. പാശ്ചാത്യ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തെ ചോദ്യം ചെയ്യാനും ബദലായ ഒരു ശക്തിയായി ഉയർന്നു വരാനും SCO ശ്രമിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിന് SCOയിലുള്ള താൽപര്യം ഈ അടുത്ത കാലത്തായി സൗദി അറേബ്യ, UAE, ഖത്തർ, ഈജിപ്ത്, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ SCOയുമായി കൂടുതൽ അടുക്കാൻ താൽപര്യം കാണിച്ചിട്ടുമുണ്ട്. ഇതിനു പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തത് അമേരിക്കൻ സ്വാധീനം കുറയ്ക്കുക എന്നത് തന്നെയാണ്. മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും അമേരിക്കൻ വിദേശ നയങ്ങളിൽ അതൃപ്തരാണ്. സ്വന്തം സുരക്ഷയും സാമ്പത്തിക താൽപര്യങ്ങളും സംരക്ഷിക്കാൻ ഒരു ബദൽ സഖ്യം ആവശ്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. SCOയിലെ അംഗത്വം അവർക്ക് ആഗോളതലത്തിൽ കൂടുതൽ സ്വയം ഭരണാധികാരം നേടാൻ സഹായിക്കും. അടുത്തത് സാമ്പത്തിക നേട്ടങ്ങളാണ്. ചൈനയും റഷ്യയും ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തികളാണല്ലോ. SCOയിലെ അംഗത്വം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് പുതിയ വ്യാപാര സാധ്യതകളും നിക്ഷേപ അവസരങ്ങളും തുറന്നു നൽകുക തന്നെ ചെയ്യും. ഊർജം, അടിസ്ഥാന സൗകര്യ വികസനം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ വലിയ സഹകരണത്തിന് ഇത് വഴിയൊരുക്കും. അടുത്തത് സുരക്ഷാ സഹകരണമാണ്. തീവ്രവാദം, അതിർത്തി പ്രശ്നങ്ങൾ, സൈബർ സുരക്ഷാ ഭീഷണികൾ എന്നിവ നേരിടാൻ SCOയിലെ അംഗരാജ്യങ്ങൾ തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സഹകരണം മിഡിൽ ഈസ്റ്റിലെ ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ സഹായകരമാകും. SCOയിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അംഗങ്ങളാകുമ്പോൾ സംഭവിക്കുന്നത് പുതിയ ശക്തി കേന്ദ്രത്തിന്റെ ഉദയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഉൽപ്പാദകരായ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ചൈനയുടെയും റഷ്യയുടെയും കൂടെ ചേരുന്നത് ആഗോള ശക്തി കേന്ദ്രങ്ങളുടെ സന്തുലിതാവസ്ഥയിൽ വലിയ ചലനങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കും. ലോകത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ ഈ സഖ്യത്തിന് നിർണായക സ്വാധീനം ചെലുത്താനും കഴിയും. ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. ചൈനയും മറ്റ് SCO അംഗരാജ്യങ്ങളും വ്യാപാരങ്ങൾക്കായി സ്വന്തം കറൻസികൾ ഉപയോഗിക്കാൻ താൽപ്പര്യപ്പെടുന്നവരാണ്. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഈ നീക്കത്തെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ US ഡോളറിന്റെ ആധിപത്യം കാര്യമായി തന്നെ കുറയും. ഇത് അമേരിക്കൻ സാമ്പത്തിക നയങ്ങൾക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറും. പഴയ സൗഹൃദങ്ങൾ മാറുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് റഷ്യയുടെയും ചൈനയുടെയും കൂടെ ചേരുന്നതിലൂടെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ നിന്ന് ഒരു തരം അകലം പാലിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് പരമ്പരാഗതമായ സൈനിക രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിൽ മാറ്റം വരുത്തും. ആഗോള സുരക്ഷാ ഭൂപടത്തിലെ മാറ്റങ്ങളാണ് പ്രധാനമായിട്ടുള്ള അടുത്ത കാര്യം. ഇസ്രായേൽ, ഇറാൻ പോലുള്ള പ്രാദേശിക സംഘർഷങ്ങൾ ചൈനയുടെയും റഷ്യയുടെയും കൂടി താൽപ്പര്യ വിഷയങ്ങളായി മാറും. ഇത് ആഗോളതലത്തിൽ പുതിയ സൈനിക സഖ്യങ്ങൾക്കും സുരക്ഷാ ക്രമീകരണങ്ങൾക്കും വഴിവെച്ചേക്കാം. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ SCO പ്രവേശനം കേവലം ഒരു നയതന്ത്ര നീക്കം മാത്രമല്ല, അതൊരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കം കൂടിയാണ്. ഇത് അമേരിക്കൻ മേധാവിത്വത്തിന് ഒരു വെല്ലുവിളിയാവുകയും മിഡിൽ ഈസ്റ്റിന് സ്വന്തം ഭാവി നിർണ്ണയിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യും. ഭീഷണി നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു സുവർണ അവസരത്തിലേക്ക് മാറാനുള്ള മിഡിൽ ഈസ്റ്റിന്റെ ശ്രമങ്ങളുടെ ഒരു നിർണായക പടിയായി ഈ നീക്കം വിലയിരുത്താവുന്നതാണ്. മുൻപ് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ലോകക്രമമായിരുന്നല്ലോ നിലനിന്നിരുന്നത്. അമേരിക്ക അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും നിയമങ്ങളും അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്
ഉപയോഗിച്ചു പോന്നത്. ഇത് പലപ്പോഴും മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കാതെ നിരന്തരമുള്ള സൈനിക ഇടപെടലുകൾക്കും സാമ്പത്തിക ഉപരോധങ്ങൾക്കും കാരണമായി. ഇറാഖ്, ലിബിയ, സിറിയ എന്നിവിടങ്ങളിലെ പ്രശ്നങ്ങൾ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇന്ന് അമേരിക്ക കേന്ദ്രീകൃതമായ ഈ പഴയ ലോകക്രമം തകർന്നു പോകുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. അതിന് കാരണം ചൈന, റഷ്യ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ നേതൃത്വം നൽകുന്ന പുതിയ ശക്തി കേന്ദ്രങ്ങളുടെ ഉദയം തന്നെയാണ്. ഈ രാജ്യങ്ങൾ ഒരു ബഹുകേന്ദ്രീകൃത ലോകക്രമം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നവരാണ്. അവിടെ ഒരു രാജ്യത്തിനും പൂർണ്ണ ആധിപത്യമില്ല. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനും ബ്രിക്സും ഇതിന്റെ ഭാഗം തന്നെ. SCOയിൽ ചേരുന്നത് മിഡിൽ ഈസ്റ്റിന് പല നേട്ടങ്ങളും നൽകും. ഇറാൻ ഇതിനോടകം തന്നെ ഒരു പൂർണ്ണ അംഗമായി കഴിഞ്ഞു. കൂടാതെ ബഹ്റിൻ, ഈജിപ്ത്, ഖത്തർ, കുവൈറ്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ സംഭാഷണ പങ്കാളികളുമാണ്. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സാമ്പത്തിക, രാഷ്ട്രീയ, സൈനിക കാര്യങ്ങളിൽ അമേരിക്കയ്ക്ക് ഒരു നിർണായക സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ സമീപകാലത്ത് ഇറാൻ, സൗദി അറേബ്യ, UAE, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുടെ വിദേശ നയങ്ങളോടുള്ള തങ്ങളുടെ അതൃപ്തി പരസ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ചൈനയുടെ നേതൃത്വത്തിലുള്ള ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിലേക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ താൽപര്യം വർദ്ധിച്ചു വരുന്നത് അമേരിക്കയ്ക്കും അതിന്റെ സഖ്യകക്ഷികൾക്കും ഒരു പുതിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ നില എന്തുകൊണ്ട് ഗുരുതരമാകുമെന്ന കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, ഊർജ്ജ വിപണിയിലെ നിയന്ത്രണം അവർക്ക് നഷ്ടമാകും എന്നതാണ്. ആഗോള ഊർജ്ജ വിപണിയിൽ അമേരിക്കയുടെ സ്വാധീനത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം മിഡിൽ ഈസ്റ്റിലെ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുമായിട്ടുള്ള അടുത്ത ബന്ധം തന്നെയാണ്. ഈ രാജ്യങ്ങൾ SCOയിൽ അംഗങ്ങളാവുകയാണെങ്കിൽ അവരുടെ എണ്ണയും വാതകവും ചൈന, റഷ്യ, ഇന്ത്യ തുടങ്ങിയ SCO രാജ്യങ്ങളിലേക്ക് കൂടുതലായി വിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ആഗോള ഊർജ്ജ വ്യാപാരത്തിൽ ഡോളറിന്റെ ആധിപത്യം കുറയ്ക്കാൻ ഇടയാക്കും. അടുത്തത് സാമ്പത്തിക ഭീഷണി തന്നെയാണ്. ഡോളറിന് പകരം പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്താൻ SCO രാജ്യങ്ങൾ ആലോചിക്കുന്നു എന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ പെട്രോ ഡോളർ സംവിധാനം ദുർബലമാകും. ഇത് US സാമ്പത്തിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക. അടുത്തത്, സുരക്ഷാ സഖ്യങ്ങൾ തകരുന്നു എന്ന ഭയം തന്നെയാണ്. മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും അമേരിക്കൻ ആയുധങ്ങളെയും സൈനിക സഹായങ്ങളെയും ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത്. SCOയിലെ അംഗത്വം അവർക്ക് റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങളും സൈനിക സാങ്കേതിക വിദ്യയും നേടാനുള്ള അവസരം നൽകും. ഇത് അമേരിക്കൻ ആയുധ വിപണിക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയും പ്രാദേശിക സൈനിക സഖ്യങ്ങളിൽ മാറ്റം വരുത്തുകയും ചെയ്യും. രാഷ്ട്രീയ സ്വാധീനം കുറയുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ലോക രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ തീരുമാനങ്ങളെ പിന്തുണച്ച രാജ്യങ്ങളാണ് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അവർ SCOയുടെ ഭാഗമാകുമ്പോൾ റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ നിലപാടുകൾക്ക് അവർ കൂടുതൽ പ്രാധാന്യം നൽകിയേക്കാം. ഇത് ഐക്യരാഷ്ട്രസഭ പോലുള്ള ആഗോള വേദികളിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കുക തന്നെ ചെയ്യും. ചൈനയുടെയും റഷ്യയുടെയും ശക്തി വർദ്ധിക്കുന്നു എന്നത് അമേരിക്കയ്ക്ക് വലിയ അങ്കലാപ്പുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. SCOയിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ കൂടി ചേരുമ്പോൾ ചൈനയ്ക്കും റഷ്യയ്ക്കും കൂടുതൽ സഖ്യകക്ഷികളെ ലഭിക്കും. ഇത് പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ഒരു ശക്തമായ ബദൽ ശക്തിയായി ഉയർന്നു വരാൻ അവരെ സഹായിക്കും. ഒരു ബദൽ ലോകക്രമം എന്ന ആശയം കൂടുതൽ യാഥാർത്ഥ്യമാകും. SCOയിലേക്കുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ പ്രവേശനം പാശ്ചാത്യ ശക്തികൾക്ക് ഒരു പ്രധാന വെല്ലുവിളിയായി മാറുകയാണ്. തങ്ങൾക്ക് തങ്ങളുടെ പരമ്പരാഗത സഖ്യകക്ഷികളെ നഷ്ടപ്പെടുകയും ആഗോള സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിലെ തങ്ങളുടെ നിയന്ത്രണം കുറയുകയും ചെയ്യും. ഇത് ഒരു പുതിയ ലോകക്രമത്തിന് വഴിയൊരുക്കും. അതുകൊണ്ട് തന്നെ അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ പുതിയ നയങ്ങൾ രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് ഇതൊരു സുവർണ അവസരവുമാണ്. അവർക്ക് തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും ആഗോളതലത്തിൽ കൂടുതൽ സ്വയം ഭരണാധികാരം നേടാനും സാധിക്കും. ഒരു ബഹുമുഖ ലോകത്ത് പരമ്പരാഗത സഖ്യങ്ങൾക്കപ്പുറം പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങളായി മിഡിൽ ഈസ്റ്റ് മാറാനുള്ള സാധ്യത ഏറെയാണ്. ഈ മാറ്റം ലോകരാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാകാനുള്ള സാധ്യതയും തുറക്കുക തന്നെ ചെയ്യും.